പ്രതിപക്ഷത്തിന് ശരിക്കും നല്ല ആയുധങ്ങളൊന്നും കൈവശമില്ലാതെ എന്തെടുത്ത് പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് പകച്ചു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് അൻവർ പ്രത്യക്ഷപ്പെടുന്നത്. അൻവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ലീഗിന്റെ ചില നേതാക്കളൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അൻവർ തുടങ്ങുന്നു, കെ.ടി. ജലീൽ പിന്തുണയ്ക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ പോകുമ്പോഴേക്കുമാണ് മുഖ്യമന്ത്രി തനിക്കൊപ്പമാണ് എന്നൊക്കെ അൻവർ പറയുമ്പോൾ ആദ്യം ഒന്ന് അവർ കൺഫ്യൂസ്ഡ് ആയി. കോൺഗ്രസ് ഇത് എങ്ങനെ ഉപയോഗിക്കണം, തെരുവിലേക്കുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ ക്യാമ്പ് ഓഫീസിലെ മരമുറി മുതലുള്ള ആ സമയം മുതലുള്ളത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിഷയത്തിലും പ്രതിഷേധത്തിനിറങ്ങുന്ന യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധത്തിനിറങ്ങിയില്ല, പക്ഷേ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇറങ്ങുന്നു. അതുപോലെ തന്നെ ലീഗിന്റെ അണികൾ, യൂത്ത് ലീഗ് ഒക്കെ പ്രതിഷേധത്തിലേക്ക് വരുന്നു. അങ്ങനെ പ്രതിഷേധത്തിനായി അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത് പ്രതിപക്ഷമാണ്. അതവർക്ക് തുടരേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. കാരണം അത്രയും നല്ല വിഷയങ്ങൾ മുന്നിലേക്ക് വന്ന് കിട്ടിയിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ, പി ശശിയെ ഡയറക്റ്റ് അറ്റാക്ക് ആയിരുന്നല്ലോ. അപ്പോൾ പാർട്ടിയെ തന്നെ ആക്രമിക്കുന്നതിനായിട്ടുള്ള വടിയാണ് അൻവർ എടുത്ത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വെച്ച് കൊടുത്തത്.